അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറ് എന്ന് വെച്ചാൽ ഉത്രത്തിൻ്റെ മുക്കാല്, ഉത്രത്തിൻ്റെ അവസാനത്തെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ്. അത്തം പിന്നെ ചിത്തിരയുടെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. ഇവർക്ക് ചൊവ്വ 7-ലാണ്. ബന്ധങ്ങളിലും മറ്റുമൊക്കെ കുറച്ച് കൂടുതൽ എന്താ പറയുക, ആവേശത്തോടു കൂടി ബന്ധങ്ങൾ സൂക്ഷിക്കാനും ഉണ്ടാക്കാനും ഒക്കെ അവർ ശ്രമിക്കും. പങ്കാളിത്തത്തോടു കൂടിയുള്ള ബിസിനസ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. അങ്ങനെയുള്ള ചില ശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്യും. ധനപരമായിട്ട് അവർക്ക് പങ്കാളിയുടെ അഥവാ പാർട്ട്ണറുടെ സഹായം ലഭിക്കും. ഭാര്യയ്ക്ക് പേരിൽ ബിസിനസ്സോ അല്ലെങ്കിൽ അവർക്ക് ജോലി അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നും ചില സഹായങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നു എന്നുള്ള ഒരു ഇതുകൊണ്ട് അവരുടെ ധനപരമായിട്ടുള്ള കുറച്ച് കുറവുകൾ വന്നാലും ഈ പങ്കാളി മുഖാന്തരം അഥവാ ഭാര്യ മുഖാന്തരം ഉള്ള സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് അവർക്ക് കുറേയേറെ സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കാലമായതുകൊണ്ട് പൊതുവേ ക്ഷീണമുണ്ടാവുകയും നാഡീ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ കുറച്ച് അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ട്. പരിഹാരമായിട്ട് ഇവർക്ക് ദുർഗാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ പ്രത്യേകിച്ച് പായസ വഴിപാട് നടത്തുന്നതും പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള നടത്തുകയും ചെയ്ത് ആപന്നിവാരണം പ്രാർത്ഥിക്കേണ്ടതാണ്.